ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഐ എം ശില്പ, ഫൈനൽ ഇയർ MBBS സ്റ്റുഡന്റ്. അപ്പൊ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് സെക്കൻഡ് ഇയർ MBBSനെ പറ്റിയാണ്. അതായത് സെക്കൻഡ് ഇയർ സബ്ജക്ട്സ് ഒക്കെ എങ്ങനെയാണ് പഠിക്കേണ്ടത്, അതുപോലെ തന്നെ ക്ലിനിക്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, ബുക്സ് ഏതൊക്കെയാണ് നോക്കേണ്ടത്, പിന്നെ സെക്കൻഡ് ഇയർ തൊട്ട് മാരോ സബ്സ്ക്രിപ്ഷൻ വേണോ വേണ്ടയോ, പിന്നെ അങ്ങനത്തെ ഉള്ള ഡീറ്റെയിൽ ആയിട്ട് ഒരു സെക്കൻഡ് ഇയർ സബ്ജക്റ്റിനെ പറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമുക്ക് സെക്കൻഡ് ഇയറിലെ സബ്ജക്റ്റിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കറിയാം 3 സബ്ജക്റ്റ് ആണ് ഉള്ളത്: ഫാർമക്കോളജി, പെത്തോളജി, മൈക്രോബയോളജി. ഇതാണ് മെയിൻ ആയിട്ട് 3 സബ്ജക്റ്റ്. ഇതല്ലാണ്ട് നമ്മുടെ തേർഡ് ഇയർ സബ്ജക്ട്സിന്റെയും ഫൈനൽ ഇയർ സബ്ജക്റ്റിന്റെ തിയറി ക്ലാസ് ഇതിന്റെ കൂട്ടത്തിൽ നടത്താറുണ്ട്. പക്ഷെ ഇപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ മെയിൻ 3 സബ്ജക്റ്റുകളിലാണ്. അപ്പൊ ഈ ഒരു 3 സബ്ജക്ട് വായിക്കാൻ വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടന്റ് ബുക്സും കാര്യങ്ങളൊക്കെ ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ കമന്റിൽ പിൻ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ബുക്സിന്റെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി. ഇനി നമുക്ക് ഓരോ സബ്ജക്റ്റും എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് നമുക്ക് പറയാം. ഫസ്റ്റത്തെ സബ്ജക്ട് എന്ന് പറയുന്നത് ഫാർമക്കോളജി ആണ്. അപ്പം ജസ്റ്റ് ഒരു ബ്രീഫ് ആയിട്ട് പറയുകയാണെങ്കിൽ ഫാർമക്കോളജിയിൽ മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന 3 ഏരിയാസ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ആണ്. കുറേ ക്ലാസിഫിക്കേഷൻ നമുക്ക് ഫാർമക്കോളജിയിൽ പഠിക്കാനുണ്ട്. ആന്റി മലേറിയൽ ഡ്രഗ്സ്, ആന്റി TB ഡ്രഗ്സ്, NSAIDs, കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സ്, ACE ഇൻഹിബിറ്റേഴ്സ്, അങ്ങനെ പറഞ്ഞിട്ട് കുറേ ഡ്രഗ്സുകൾ കുറേ ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം ഇതിന് മെയിൻ ആയിട്ടും ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ നന്നായിട്ട് എഴുതി പഠിച്ചാലാണ് നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടി പറ്റുന്നത്. മറ്റ് സബ്ജക്റ്റ് പോലെയല്ല നമ്മൾ ലാസ്റ്റ് നിമിഷം പോയിട്ട് ക്ലാസിഫിക്കേഷൻ വായിക്കാതിരുന്നു കഴിഞ്ഞാൽ എല്ലാം മറന്നു പോകത്തേ ഉള്ളൂ. ഈവൻ നമുക്ക് ഓരോ ഗ്രൂപ്പിന്റെ ഓരോ എക്സാമിലെങ്കിലും ഓർത്തിരിക്കണമെങ്കിൽ ഫസ്റ്റ് തൊട്ട് തന്നെ നന്നായിട്ട് എഴുതി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് ഫാർമക്കോളജി നന്നായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ആണ്. ഇപ്പൊ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കിയിട്ട് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ് ഉണ്ട്. അങ്ങനത്തെ ചില ഡ്രഗ്സിന്റെ ഒക്കെ ക്ലാസിഫിക്കേഷൻ ഫസ്റ്റ് തൊട്ട് എഴുതി പോകുന്നതായിരിക്കും നല്ലത്. പിന്നെ രണ്ടാമത്തെ മെയിൻ ആയിട്ട് വരുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ചില ഡ്രഗ്സ് തരും. ഉദാഹരണമായിട്ട് ആസ്പിരിൻ തരാം, അതല്ലെങ്കിൽ NSAIDs ഏതെങ്കിലും ഒരു ഡ്രഗ് തരാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അസുഖം, റുമാറ്റിക് ഫീവറോ അങ്ങനെ ഏതെങ്കിലും ഒരു അസുഖം തന്നിട്ട് ഇതിന്റെ ഡ്രഗ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കും. എന്നിട്ട് അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മളടുത്ത് എഴുതാൻ പറയും. അല്ലെങ്കിൽ ചില സമയത്ത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും, ആസ്പിരിൻ മാത്രമായിരിക്കും നമ്മളടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പൊ ഇതുപോലെ ഏതെങ്കിലും ഒരു ഡ്രഗ് മാത്രമാണ് നമുക്ക് തരുന്നതെങ്കിൽ നമ്മൾ ആൻസർ നമ്മൾ സ്ട്രക്ചേർഡ് ആയിട്ട് എഴുതുമല്ലോ. അപ്പൊ നമുക്ക് പല ഹെഡിങ്സ് നമുക്ക് കൊണ്ടുവരാം. ഇൻട്രൊഡക്ഷൻ എഴുതാം, ഫാർമക്കോ കൈനറ്റിക്സ്, ഫാർമക്കോ ഡൈനാമിക്സ്, മെക്കാനിസം ഓഫ് ആക്ഷൻസ്, അഡ്വേഴ്സ് റിയാക്ഷൻസ്, അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് കുറെ ഹെഡിങ്സ് എഴുതാം. പക്ഷേ ഇതിൽ ഏറ്റവും നിങ്ങളുടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഡ്രഗ് നിങ്ങൾ പുതുതായിട്ട് വായിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ നിങ്ങളുടെ മെയിൻ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് മെയിൻ 2 ഏരിയ ആണ്. ഒന്ന് മെക്കാനിസം ഓഫ് ആക്ഷൻ, പിന്നെ രണ്ടാമത് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ ആണ്. മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുമ്പോൾ ഞാനിപ്പോ ഉദാഹരണത്തിന് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇപ്പൊ ഒരു പാരസെറ്റമോൾ നമ്മൾ ഒരു പനിക്ക് വേണ്ടി കഴിക്കുകയാണ്. ഈ പാരസെറ്റമോൾ നമ്മുടെ ബോഡിയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിലെ പല ഓർഗൻസിൽ അത് ആക്ട് ചെയ്യും. ചെറിയ രീതിയിൽ ഓരോ ഓർഗനിലും അതിൻ്റെതായിട്ട് ഒരു എഫക്റ്റ് നമ്മൾ പാരസെറ്റമോൾ കൊടുക്കും. പക്ഷെ നമ്മുടെ മെയിൻ ഫോക്കസ് നമുക്ക് എന്തിനാണ് നമ്മൾ പാരസെറ്റമോൾ കഴിച്ചത്? നമ്മളെ പനി മാറാൻ വേണ്ടി. ആ പനി മാറാൻ വേണ്ടിയുള്ള പാരസെറ്റമോളിന്റെ മെക്കാനിസം ആയിരിക്കണം നമ്മുടെ മെയിൻ ഫോക്കസ് ആയിട്ട് നമ്മൾ എഴുതേണ്ടത്. അല്ലാണ്ട് നമ്മുടെ ഹാർട്ടിൽ പോയി ഇത് ചെയ്തു, കിഡ്നി പോയി ഇത് ചെയ്തു, അതിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ഇപ്പൊ ഞങ്ങളുടെയൊക്കെ സെക്കൻഡ് ഇയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മെയിൻ ഫോക്കസ് അതായിരുന്നു കൊടുത്തിരുന്നത്. നമ്മൾ പോയിട്ട് ആൻസർ ഒക്കെ എഴുതുന്ന സമയത്ത് ഞങ്ങൾക്ക് മാർക്ക് കിട്ടുന്നില്ല. പിന്നെ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഏതൊരു ഡ്രഗിന്റെ അഡ്വേഴ്സ് റിയാക്ഷനും. ഈ 2 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമ്മുടെ ഒരു ഡ്രഗിനെ പറ്റി നിങ്ങൾ പഠിക്കുമ്പോൾ ഫോക്കസ് കൊടുത്ത് നിങ്ങൾ എഴുതാവുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാവുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഫാർമക്കോ ഡൈനാമിക്സ്, അതായത് നമ്മൾ ഈ ഒരു ഡ്രഗ് കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ നിന്ന് എങ്ങനെയാണ് അത് അബ്സോർബ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എക്സ്ക്രീറ്റ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പിന്നീട് പഠിക്കാം. മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് മെക്കാനിസം ഓഫ് ആക്ഷനും പിന്നെ രണ്ടാമത് അഡ്വേഴ്സ് റിയാക്ഷനും ആയിരിക്കണം. പിന്നെ അതിന് കൂടുതൽ ഹെഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ആഡ് ചെയ്യാം. പക്ഷെ മെയിൻ ഇത് രണ്ടാണായിരിക്കും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. അടുത്ത മെയിൻ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ ജനറൽ ഫാർമക്കോളജി ആയിട്ട് നമുക്ക് കുറെ ടോപ്പിക്സ് ഒക്കെ ഉണ്ടായിരിക്കും. അതായത് ഇപ്പൊ നമ്മുടെ ജനറൽ അനാറ്റമി എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറെ പഠിക്കാനുണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് മെയിൻ ആയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്ത് ഫസ്റ്റ് പഠിച്ചാൽ മതി. കാരണം അത് നമുക്ക് കുറെ ഫസ്റ്റ് ചെല്ലുമ്പോൾ നമുക്ക് കുറെ അതിനെപ്പറ്റി ഇങ്ങനെ പഠിപ്പിക്കാം. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ആവും, ഏതാണ് പഠിക്കേണ്ടത്, ഏതാണ് പഠിക്കേണ്ടത്, ഏതിന് ഫോക്കസ് കൊടുക്കണം എന്നൊരു കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ തുടങ്ങുക എന്തായാലും ജനറൽ ഫാർമക്കോളജി ആയിരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് ഡെസിഫറിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതാണോ മോസ്റ്റ് കോമൺ ആയിട്ട് ചോദിച്ചിരിക്കുന്നത് അതൊക്കെ നിങ്ങൾ ആദ്യം തൊട്ട് പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. രണ്ടാമത്തെ സബ്ജക്ട് എന്ന് പറയുന്നത് പെത്തോളജി ആണ്.
പത്തോളജിയിൽ മെയിൻ ആയിട്ട് രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. അതായത് ഫസ്റ്റ് വൺ അഫ്കോഴ്സ് എന്തായിരിക്കും, പാത്തോജൻസിസ് ആയിരിക്കും. അതായത് നമുക്ക് ഓരോ സിസ്റ്റത്തിലെ പല പല അസുഖങ്ങളുണ്ട്. ആ അസുഖങ്ങൾ നമ്മുടെ ബോഡിയിൽ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അതിന്റെ പാത്തോജൻസിസ്, അതിന്റെ തുടക്കം തൊട്ട് അവസാനം വരെ നമ്മുടെ ബോഡിയിൽ എങ്ങനെയാണ് ആ ഒരു മെക്കാനിസം എന്നാണ് നമുക്ക് പത്തോളജിയിൽ പഠിക്കേണ്ട. ഉദാഹരണത്തിന് ഇപ്പൊ അക്യൂട്ട് MI, ഇങ്ങനെയാണ് ആ കൊറോണറി ആർട്ടറി ഒക്ലൂഷൻസ് ഒക്കെ നടക്കുന്നത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും മെയിൻ ആയിട്ട് നമ്മുടെ പത്തോളജിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ എന്തായാലും ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ് ആയിരിക്കും. അപ്പൊ നല്ല ഫ്ലോട്ട്സ് ആയിട്ട് വരച്ചിട്ട് ഡയഗ്രാംസും കൂടെ ഒക്കെ വെച്ച് എഴുതുവാണെങ്കിൽ നമുക്ക് നല്ലപോലെ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഫസ്റ്റ് പാർട്ട്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് എങ്ങനെയാണ് ഗ്രോസിലിയും അതുപോലെ തന്നെ ഹിസ്റ്റോളജിക്കലി നമ്മളത് ഐഡന്റിഫൈ ചെയ്യുന്നത്. അതായത് ഉദാഹരണത്തിന് അറിയാം, നമ്മുടെ ബോഡിയിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ലിവറിൽ ലിവർ ഫെയിലിയർ വരാറുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ വരുന്ന സമയത്ത് നമ്മുടെ നോർമൽ ലിവറിന്റെ ഗ്രോസ് ഫീച്ചേഴ്സിൽ നിന്നും അബ്നോർമൽ ആയിരിക്കും. ഉദാഹരണത്തിന് ഇപ്പൊ ഒരു ഫാറ്റി ലിവർ വന്ന കണ്ടീഷനിൽ അപ്പൊ അത് എന്തൊക്കെയാണെന്ന് നമ്മൾ നല്ല പോലെ പോയിന്റ് ആയിട്ട് നമ്മൾ എഴുതണം. എന്തൊക്കെ ചേഞ്ചസ് ആണ് ലിവറിന് ഗ്രോസിലി വരുന്നത്, അതുപോലെ തന്നെ അതിന്റെ കട്ട് സെഷൻ എടുക്കുന്ന സമയത്ത് അതിന്റെ ഉള്ളിൽ ഇന്ന ചേഞ്ചസ് വന്നിട്ടുണ്ടെന്ന് അത് നല്ല പോലെ ഡയഗ്രാംസ് വരച്ച് നമ്മൾ എഴുതണം. അത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഞാൻ പറയുമ്പോൾ ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നുമെങ്കിലും പക്ഷെ ഇതിപ്പോ ഒന്ന് രണ്ടെന്നല്ല, കുറേ അസുഖങ്ങളെ പറ്റി നമുക്ക് ഇതുപോലെ പഠിക്കാനുണ്ട്. ഓരോ സിസ്റ്റത്തിലെ ഓരോ ഓർഗൻസിൽ വരുന്ന, അതായത് ഓരോ സിസ്റ്റത്തില് പല പല അസുഖത്തിൽ പല പല ഗ്രോസ് ചേഞ്ചസ് ആണ് വരുന്നത്. അപ്പൊ അത് നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പോയിന്റ് ആയിട്ട് അതുപോലെ തന്നെ ഡയഗ്രാംസ് വരയ്ക്കണം. പ്ലസ് അതിന്റെ കൂടത്തിൽ തന്നെ ഹിസ്റ്റോളജിക്കലി ഇപ്പൊ ഈ പറഞ്ഞ പോലെ ടിഷ്യൂവിന്റെ ഒരു ബയോപ്സി എടുത്ത് നമ്മൾ ഒരു മൈക്രോസ്കോപ്പ് വഴി നോക്കുന്ന സമയത്ത് അതിൽ സെല്ലുകളിൽ നമ്മൾ ചേഞ്ചസ് വരുമല്ലോ. അതായത് അബ്നോർമൽ ആയിട്ട് നോർമൽ സെല്ലിൽ നിന്നും അബ്നോർമൽ ആയിട്ട് ഇന്ന ചേഞ്ചസ് വന്നു. ഈ ചേഞ്ചസ് വന്നതുകൊണ്ട് ചിലപ്പോൾ ഇതൊരു ഫാറ്റി ലിവർ ആവാം, ഈ ചേഞ്ചസ് വന്നതുകൊണ്ട് ഇതൊരു സിറോസിസ് ഓഫ് ലിവർ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഓരോ അസുഖങ്ങളെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഗ്രോസ് ഫീച്ചേഴ്സും അതുപോലെ തന്നെ ഹിസ്റ്റോളജിക്കൽ ഫീച്ചേഴ്സും നമ്മൾ വൃത്തിക്ക് പഠിക്കണം. അത് നല്ല പോയിന്റ് ആയിട്ട് ഡയഗ്രാംസ് വരച്ചിട്ട്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, നമ്മൾ അനാറ്റോമിയില് ഹിസ്റ്റോളജിയിൽ നമ്മൾ കുറെ സെല്ലുകളിലൊക്കെ പടം വരച്ചിട്ടുണ്ടായിരുന്നില്ല, അതെല്ലാം നോർമൽ സെല്ലായിരുന്നു. ഇനി നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് അബ്നോർമൽ സെല്ലായിരിക്കും. അപ്പൊ നമ്മൾ അവിടെ വരച്ച പോലെ ഇവിടെയും കുറെ സ്ലൈഡിന്റെ വരുന്ന ചേഞ്ചസ് ഓരോ അസുഖത്തിന്റെ പടം വരച്ച് പോയിന്റ് എഴുതി തന്നെ നിങ്ങൾ പഠിക്കണം. പടം വരയ്ക്കുന്നതിലായിരിക്കും മാർക്ക് ഉണ്ടാവുന്നത്. കാരണം ഇപ്പൊ ഹിസ്റ്റോളജിക്കൽ ഇന്ന പോയിന്റ് മാത്രം ഒന്നും എഴുതിയിട്ട് കാര്യമില്ല, അത് വരച്ച് കാണിച്ചാൽ മാത്രമേ നമുക്ക് മാർക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെ ഡയഗ്രാംസിന് ഇമ്പോർട്ടന്റ് ഉള്ള ഒരു സബ്ജക്റ്റ് ആണ് പെത്തോളജി എന്ന് പറയുന്നത്. ഇതിന്റെ വീഡിയോയുടെ ഇടയിലായിട്ട് ഞാൻ ഉണ്ടാക്കിയ നോട്ട്സിന് കുറച്ച് ഫോട്ടോസ് വയ്ക്കാം, അപ്പൊ നിങ്ങൾക്കൊരു ധാരണ കിട്ടും എന്താ സംഭവം എന്ന്. മൂന്നാമത്തെ സബ്ജക്ട് എന്ന് പറയുന്നത് മൈക്രോബയോളജി ആണ്. അത്യാവശ്യം കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. നമ്മൾ കുറെ മഗ്ഗപ്പ് ചെയ്യാൻ വേണ്ടി കുറെ സംഭവങ്ങളുള്ള ഒരു സബ്ജക്റ്റ് ആണ് മൈക്രോബയോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമുക്കറിയാം അതിനകത്ത് കുറെ ഓർഗാനിസങ്ങളെ പറ്റിയാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ബാക്ടീരിയൽ, വൈറൽ, ഫംഗെ, പാരസൈറ്റ് എന്ന് പറഞ്ഞ കുറെ നമ്മൾ ഓർഗാനിസങ്ങളെ പറ്റി പഠിക്കും. ഇതിൽ ഓരോരോ ഓർഗാനിസം നമ്മൾ ഓരോരോ സിസ്റ്റത്തിൽ ഉണ്ടാക്കുന്ന ഓരോ അസുഖങ്ങളാണ് നമ്മൾ മൈക്രോബയോളജിയിൽ പഠിക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഓരോ സിസ്റ്റം വൈസ് പറയുകയാണെങ്കിൽ നമ്മുടെ കാർഡിയോവാസ്കുലർ സിസ്റ്റം, അവിടെ നമ്മൾ ബാക്ടീരിയ കൊണ്ടുണ്ടാക്കുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്, വൈറസ് കൊണ്ടുണ്ടാക്കുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ പാരസൈറ്റ്, ഫംഗസ് കൊണ്ടുണ്ടാക്കുന്ന അസുഖങ്ങൾ എന്താണ്, റീനൽ സിസ്റ്റം, അത് കഴിഞ്ഞ അടുത്ത GIT, അത് കഴിഞ്ഞ സ്കിൻ, അങ്ങനെ ഓരോ സിസ്റ്റത്തിലും ഓരോ ഓർഗാനിസങ്ങൾ ഉണ്ടാക്കുന്ന അസുഖങ്ങളാണ് മൈക്രോബയോളജി എന്ന് പറയുന്നത്. അപ്പം അതിലെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഈ ഓരോ ഓർഗാനിസങ്ങളെ നമ്മൾ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നതെന്ന്. ഉദാഹരണത്തിന് ഇപ്പൊ ഒരു ഡയറി ആയിട്ട് വന്നു, ഒരു പേഷ്യന്റ് ഡയറി ആയിട്ട് വന്നെങ്കിൽ ഈ ഡയറി നമുക്ക് പല പല ഓർഗാനിസങ്ങൾ കൊണ്ടാവാം. മേ ബി അതൊരു ബാക്ടീരിയ ആവാം, അല്ലെങ്കിൽ അതൊരു വൈറസ് ആവാം, റെയർലി അതൊരു ഫംഗൈ അല്ലെങ്കിൽ പാരസൈറ്റ് ആവും. നമ്മൾ എങ്ങനെയാണ് ഇതിന്റെ ഓർഗാനിസം നമ്മൾ കണ്ടുപിടിക്കുന്നത്? കാരണം ഓർഗാനിസം കണ്ടുപിടിച്ചാലല്ലേ ആ ഓർഗാനിസത്തിനെതിരായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പൊ ഈ ഓർഗാനിസങ്ങൾ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, അതാണ് ഒരു മെയിൻ പാർട്ട്. അതല്ലാണ്ട് വേറെ കുറെ കാര്യങ്ങൾ മൈക്രോബയോളജിയിലുണ്ട്. പക്ഷെ മെയിൻ ആയിട്ട് 70% നമ്മുടെ മൈക്രോബയോളജി എന്ന് പറഞ്ഞാൽ ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു ഏരിയയിലോട്ടാണ്. അപ്പം ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോ ഒരു ഡയറി പേഷ്യന്റ് ആണെങ്കിൽ മെയിൻ ആയിട്ട് നമ്മളൊരു സ്റ്റൂള് സ്പെസിമെൻ ആയിട്ട് എടുക്കും. അതല്ലെങ്കിൽ നമുക്ക് ബ്ലഡ് നോക്കാം, യൂറിൻ നോക്കാം, സ്റ്റെയിൻ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ത്രൂ മൈക്രോസ്കോപ്പ് നമ്മൾ ഇത് ഏത് ഓർഗാനിസം ആയിരിക്കും എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നു. അപ്പൊ ഈ ഒരു ഓർഗാനിസം ആയിരിക്കാൻ എന്ന് പറയണമെങ്കിൽ ആ ഓർഗാനിസത്തിനായിട്ടുള്ള സ്പെസിഫിക് ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കുമല്ലോ. ആ ഫീച്ചേഴ്സ് നമ്മൾ ഓരോ ഓർഗാനിസത്തിന്റെ പഠിക്കണം. ഞാൻ പറയുകയാണ് ഈ ഒരു ഡയറിക്ക് കാരണമായത് ഷിഗല്ലയാണ് അല്ലെങ്കിൽ വിബ്രിയോ കോളറയാണ്. ഇത് പറയണമെങ്കിൽ സ്റ്റെയിൻ ചെയ്ത സമയത്ത് വിബ്രിയോയുടേതായിട്ടുള്ള ഇന്ന ഫീച്ചേഴ്സ് ഉള്ളത് കൊണ്ടാണ് ഇത് ഈ ഒരു ബാക്ടീരിയ തന്നെ ആയിരുന്നു ഞാൻ കൺഫേം ചെയ്യുന്നു. അതുപോലെ തന്നെ കൾച്ചർ ഞാൻ ചെയ്തു. കൾച്ചർ ചെയ്തപ്പോൾ ഇന്ന ഫീച്ചേഴ്സ് ഉള്ളത് കൊണ്ടാണ് ഈ ഓർഗാനിസം ആയത്. അതുപോലെ തന്നെ
PCR ഒക്കെ ഉണ്ട്, അത് നമ്മൾ ചെയ്ത് നോക്കി. അങ്ങനെ നമ്മൾ ഓരോ ടെസ്റ്റുകൾ നടത്തും, ലാബ് ഡയഗ്നോസിസ്. അതാണ് മൈക്രോബയോളജിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് പാർട്ട്. കുറേ ഓർഗാനിസങ്ങളെ കണ്ടുപിടിക്കാൻ കുറേ ലാബ് ടെസ്റ്റുകൾ നടത്തുന്നു, അത് ഓരോ ഓർഗാനിസത്തിന്റെ ഫീച്ചേഴ്സ് പഠിക്കുന്നു. അതാണ് ഒരു 70% നമ്മുടെ മൈക്രോബയോളജി എന്ന് പറയുന്നത്. പിന്നെ അതല്ലാണ്ട് ജനറൽ ആയിട്ടുള്ള കുറെ ടോപ്പിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഹോസ്പിറ്റൽ സൈഡ് ഇൻഫെക്ഷൻസ് അതെങ്ങനെയാണ്, അങ്ങനത്തെ കാര്യങ്ങൾ, ഇമ്മ്യൂണൈസേഷൻ, ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ കുറച്ച് വാസ്റ്റ് ആണ് മൈക്രോബയോളജി. ഇതിൽ മെയിൻ ഇമ്പോർട്ടൻറ്റ് ചെയ്യേണ്ട കാര്യം എന്താണ്? റിവിഷൻ. കുറെ തവണ റിവൈസ് ചെയ്യണം. നമ്മൾ ഈ പറയുന്ന പോലെ സിമ്പിൾ അല്ല, എല്ലാ ഓർഗാനിസത്തിന്റെ ഫീച്ചേഴ്സ് പഠിക്കണം. ഇച്ചിരി ടഫ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ അതിന് മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് റിവിഷൻ നമ്മൾ വേണ്ട ഒരു സബ്ജക്റ്റ് ആണ് മൈക്രോബയോളജി. മൈക്രോബയോളജി അല്ല, സത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ സെക്കൻഡ് ഇയറിൽ 3 സബ്ജക്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മറന്നു പോകുന്നതാണ്. കാരണം കുറെ തിയറി പോലെ നമുക്ക് കുറെ ക്ലാസിഫിക്കേഷൻ, അതുപോലെ തന്നെ മെക്കാനിസം ഓഫ് ആക്ഷൻ, പാത്തോജെനിസിസ്, അതുപോലെ തന്നെ ഗ്രോസ്, ഹിസ്റ്റോളജിക്കൽ ഫീച്ചേഴ്സ്, ലാബ് ഡയഗ്നോസിസ്, അങ്ങനെ പറഞ്ഞിട്ട് കുറെ നമ്മൾ നന്നായിട്ട് റിവിഷൻ വേണ്ട 3 സബ്ജക്റ്റ് ആണ് ഒന്നിച്ച് വന്നിരിക്കുന്നത്. അപ്പൊ അതാണ് മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ അതുപോലെ ഇതിന്റെ സൈഡായിട്ട് കമ്മ്യൂണിറ്റി മെഡിസിൻ, ഫോറൻസിക് മെഡിസിൻ, ഫൈനൽ ഇയർ സബ്ജക്ട് മെഡിസിൻ, സർജറി അതൊക്കെ വരാറുണ്ട്. പിന്നെ പറ്റുമെങ്കിൽ നോക്കുക. എന്തായാലും അത് അത്ര എല്ലാവർക്കും എളുപ്പമുള്ള ഒരു കാര്യമല്ല. മാക്സിമം നിങ്ങൾ നിങ്ങളുടെ സെക്കൻഡ് ഇയർ സബ്ജക്ട് തന്നെ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. പറ്റുമെങ്കിൽ അതിന്റെ കൂട്ടത്തിലുള്ള സൈഡായിട്ടുള്ള സബ്ജക്ട് നോക്കിയാൽ മതി എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇത്ര ആയപ്പോ തന്നെ ഈ വീഡിയോ അത്യാവശ്യം കുറച്ച് ലെന്തായെന്ന് തോന്നുന്നു. അപ്പൊ ഞാന് ബാക്കി, അതായത് ക്ലിനിക്സ്, മാരോ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെ പറ്റിയുള്ള വീഡിയോ അടുത്ത പാർട്ടായിട്ട് ഞാൻ ഇടാം. അപ്പൊ അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. ഇനി ഇതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഇട്ടാൽ മതി, റിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പൊ അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. ഇതിന്റെ പാർട്ട് 2 ആയിട്ട് ഞാൻ വരാം. ബൈ.